നമസ്കാരം. ഞാൻ നിൽക്കുന്ന തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള ശ്രീപരാഗം ലൈനിലാണ് കേട്ടോ. ശ്രീപരാഗത്ത് ഏകദേശം 10 സെന്റിലായിട്ട് 2950 ഓൾമോസ്റ്റ് 3000 സ്ക്വയർ ഫീറ്റുള്ള ഒരു അടാറ് വീടുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. പൂർണ്ണമായും ചുടുകല്ലിലും പൂർണ്ണമായും തേക്കും തടിയിൽ നിർമ്മിച്ചിട്ടുള്ള നല്ല ഹൈ റെസിഡൻഷ്യൽ ഏരിയ. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈവേയിൽ നിന്ന് 200 മീറ്റർ മാത്രമാണ് ഇതിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എയർപോർട്ടിലേക്ക് ഏകദേശം 4 കിലോമീറ്റർ താഴെ, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏകദേശം 3.8 ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ലുലു മാളിലേക്ക് ഏകദേശം 5 കിലോമീറ്റർ താഴെയാണ് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. തിരുവനന്തപുരം സിറ്റിയുടെ ഹൃദയഭാഗം, എല്ലാവരും ആഗ്രഹിക്കുന്ന നല്ലൊരു റെസിഡൻഷ്യലിൽ, നല്ലൊരു ബഡ്ജറ്റിൽ, നല്ലൊരു പ്രൈസിൽ, അത്യാവശ്യം കൃഷി ചെയ്യാനുള്ള സ്ഥലവും അത്യാവശ്യം മരങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ഒന്നാം തരം വാല്യൂബിൾ പ്രോപ്പർട്ടി. നമുക്കതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പം നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്ത് പ്ലോട്ട് ഉണ്ടോ എന്ന്. പ്ലോട്ട് ഉണ്ട്. അവിടെ നിന്ന് വെറും 1.5 അല്ലെങ്കിൽ 2 കിലോമീറ്ററിന് താഴെ, ശ്രീവരാഗ് അമ്പലത്തിൽ നിന്ന് ഏകദേശം ഒരു 700 മീറ്റർ താഴെ, ഹൈവേയിൽ നിന്ന് 200 മീറ്റർ താഴെ നല്ല ഒന്നാന്തരം പ്ലോട്ടാണ് എത്തിയിരിക്കുന്നത്. 10 സെന്റ് 3000 സ്ക്വയർ ഫീറ്റ്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുള്ള നല്ല പഴയകാല നല്ല ഒന്നാന്തരം പ്രോപ്പർട്ടി ആയിട്ടും നല്ല ഒന്നാന്തരം ബിൽഡ് ക്വാളിറ്റി ചെയ്തൊരു വീടാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. അകത്തേക്ക് കയറുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്ഥലം. അതായത് അവിടെ ഒരു വണ്ടി എടുക്കാം, ഇവിടെ ഇടാം. ഇവിടെ ഇനി ഒരു സ്ലൈഡിംഗ് ഗേറ്റ് ഇടണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിലേക്ക് നമുക്ക് 4-5 കാർ കയറി. ഇനി നമുക്ക് ഇതുവഴിയാണ് വണ്ടി കയറ്റുന്നതെങ്കിൽ അവിടെ അത്രയും ഭാഗം കാർ പാർക്കിംഗ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് 4-5 വണ്ടി ആ സൈഡിലേക്ക് ഇടാം. നല്ല ഏകദേശം ഒരു 20 വർഷത്തിന് മുകളിലേക്കുള്ള നല്ല അടിപൊളി ഒരു വേപ്പ് മരമാണ് കേട്ടോ. നല്ല വേപ്പ് മരമുണ്ട്. അതുപോലെ 4-5 മൂട് തെങ്ങ്, നല്ല ഒരു ജാമ്പ. സിറ്റിയുടെ ഹൃദയഭാഗത്ത് കൃഷിസ്ഥലവും അതുപോലെ തന്നെ വീടും ആഗ്രഹിക്കുന്നവർക്ക്, അത്യാവശ്യം നല്ല പച്ചപ്പ് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അടിപൊളിയായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയ പ്രോപ്പർട്ടി. ഒരുപാട് NRIs ഒക്കെ നമ്മളെ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അത്തരക്കാർക്കൊക്കെ എന്തുകൊണ്ട് മേടിക്കാൻ കേട്ടോ. കാരണം സിറ്റിയുടെ ഏത് ഭാഗത്തേക്കും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. അപ്പോൾ 6 മൂട് തെങ്ങ്, 2 പ്ലാവ്, ഒരു ബദാം മരം, അതുപോലെ ഈ മരത്തിൻ്റെ പേരെന്താണെന്ന് അറിയാൻ എനിക്കറിയില്ല. നല്ല അടിപൊളി ജാതിക്ക ഉണ്ടല്ലോ, സ്പൈസി, അതാണ് ജാതി മരം. അതുപോലെ ഒന്നാം തരം വേപ്പ് മരം, നല്ല അടിപൊളി ഒരു ജാമ്പയ്ക്കോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഈ വീഡിയോ അല്പം ലെങ്ത് ആയിരിക്കും, എന്തായാലും ക്ഷമയോടുകൂടി കാണുക. എന്തായാലും നിങ്ങൾക്ക് അത്രയും ടൈം വേസ്റ്റ് ആവില്ല. ഇത് കണ്ടില്ലേ, നമുക്ക് ആ സൈഡിലേക്ക് ഞാൻ 6 എണ്ണി നിർത്തി. അപ്പോഴത്തേക്ക് ഇപ്പോൾ ഈ സൈഡിലേക്ക് ഞാൻ വന്നപ്പോൾ വീണ്ടും ഇവിടെയും ആവശ്യത്തിലേറെ നിൽക്കുന്നുണ്ട്. ഇവിടെയും 2 തെങ്ങ്, അപ്പോൾ 6 8 തെങ്ങായി. ഈ സൈഡിലേക്ക് വീണ്ടും നല്ല ഒരു ആത്തിമരം, ബാക്കിലേക്ക് കൃഷി ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ നമുക്കൊരു വീണ്ടും ഒരു മാവ് നിൽപ്പുണ്ട്. അപ്പം 3 മൂട് മാവും. അപ്പോൾ ഈ സൈഡിലേക്ക് ശരിക്കും പറഞ്ഞാൽ 10 സെന്റ് സ്ഥലത്ത് നല്ല രീതിയിൽ 4 ചുറ്റും നല്ല അടിപൊളി ഫ്രൂട്ട്സ് പ്ലാന്റേഷനൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു വീടാണ്. ഈ വീട് നല്ല ഒന്നാന്തരം ബിൽഡ് ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ റെന്റ് ഔട്ട് ചെയ്യുന്നവർക്ക് റെന്റ് ഔട്ട് ചെയ്യാം, താമസിക്കുന്നവർക്ക് താമസിക്കാം. കാരണം വെൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വീടാണ്. അകത്ത് നിന്നും പുറത്തു നിന്നും സ്റ്റെയർകേസ് കൊടുത്തുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് രീതിയിലൊക്കെ ചിന്തിക്കുന്നവർക്ക് ധൈര്യമായിട്ട്, അതായത് നമുക്ക് SP ഫോർട്ട് ഹോസ്പിറ്റലൊക്കെ ഏകദേശം 2 കിലോമീറ്റർ താഴെയാണ് ഉള്ളത്. അനന്തപുരി ഹോസ്പിറ്റൽ എന്ന് വേണ്ട ഈ ട്രിവാൻഡ്രം സിറ്റിയിൽ എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ അതെല്ലാം നമുക്കൊരു കുടക്കീഴിൽ കിട്ടുന്ന ഒരു സെന്ററായ ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. അകത്തേക്ക് കയറുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള സിറ്റ് ഔട്ട് ഏരിയ. ഇതിനെ നമുക്ക് ഏത് രീതിയിൽ ഇന്ത്യൻ ഡിസൈനൊക്കെ ചെയ്ത് ഇന്നത്തെ പുതിയ വീടുകൾ മാറി നിൽക്കുന്ന രീതിയിലേക്ക് ഇന്ത്യൻ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. ഇൻവെസ്റ്റ്മെന്റ് രീതിയിൽ ചിന്തിച്ചാൽ അത്തരത്തിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ പ്രോപ്പർട്ടിയാണ്. നമുക്ക് 2 ഫ്ലോർ ആയിട്ട് നമുക്ക് റെന്റ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. താമസിക്കാനാണെങ്കിൽ ഒരു ഹെവി, അതായത് ഒരു 3000 സ്ക്വയർ ഫീറ്റുള്ള ഒരു ആഡംബര വീടായിട്ട് താമസിക്കുന്നവർക്ക് ഇതിനെ ഇന്ത്യൻ ഡിസൈൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായും താമസിക്കാൻ പറ്റുന്ന നല്ല ഒന്നാന്തരം കണ്ടീഷനുള്ള വീടാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, അകത്തേക്ക് കയറുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയ. അകത്തേക്ക് കയറുമ്പോൾ പൂർണ്ണമായും തേക്കും തടിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വാതിലാണ്. അതിൽ കുറെ കുത്തുപണികളൊക്കെ മനോഹരമായ രീതിയിലേക്കാണ് ചെയ്തിരിക്കുന്നത്. അകത്തേക്ക് കയറുമ്പോൾ ലിവിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു വലിയ ഹാളിന്റെ രീതിയിലേക്കുള്ള നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വൈഡ് എന്ന് പറഞ്ഞാൽ നല്ല ഹെവി സൈസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ്. ഈ സൈഡിലേക്ക് ഒരു ചെറിയൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുവഴി നമുക്ക് മുകളിലത്തെ ഫ്ലോറിലേക്ക് പോകാനുള്ള സ്റ്റെയർകേസ് ആണ് കൊടുത്തിട്ടുള്ളത്. അകത്ത് നിന്നും പുറത്തു നിന്നും നമുക്ക് പോകാൻ പറ്റുമെന്നാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇതിനകത്ത് കയറിയപ്പോൾ എനിക്കുണ്ടായ ഒരു ഫീലിംഗ്സ് എന്ന് വെച്ചാൽ വളരെ സൈലന്റ് ആണ്, വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അല്ലെങ്കിൽ നല്ലൊരു പീസ്ഫുൾ ആയിട്ട് നല്ലൊരു സമാധാനം കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന തരത്തിലേക്കാണ് എനിക്ക് ഇതിനകത്ത് കയറിയിട്ടുള്ള എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഫീലിംഗ്. പിന്നെ നമുക്ക് ലൊക്കേഷൻ ബേസ്, നമുക്ക് എവിടെയും പോകാൻ പറ്റുന്ന പെട്ടെന്ന് എത്തിപ്പറ്റാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. മുകളിലേക്ക് കണ്ടില്ലേ, പണ്ടൊക്കെ കാലത്ത് നമ്മൾ ചെയ്യുന്ന ഒരു ഓടിന്റെ ടൈപ്പിൽ ഒരു ഇന്ത്യയിൽ ഡിസൈൻ ആണ്. അതെന്തായാലും വളരെ മനോഹരമായ രീതിയിലേക്കാണ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് കൊടുത്ത ഗ്ലാസും അതുപോലെ തന്നെ ഇതെല്ലാം കംപ്ലീറ്റും ഒരു വുഡിൻ്റെതുമാണ്. അതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് നല്ല വലിയ രീതിയിലാക്കുന്ന സോക്കേഴ്സ് അല്ലെങ്കിൽ സ്റ്റോറേജും ഒരു ഒക്കെ കൊടുത്തിരിക്കുന്നത് വളരെ അടിപൊളിയായിട്ടുണ്ട്.
ഹാളിൽ നിന്ന് നമ്മൾ അകത്തേക്ക് ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഡൈനിങ് ഏരിയ എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിനെക്കാളും വലിയൊരു ഹെവി ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയാണ്. പണ്ട് കാലത്തെ ബിൽഡിങ്ങിനെ കുറിച്ചൊക്കെ നമുക്കറിയാലോ, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ആൾക്കാർ വയ്ക്കുന്നത്. ദീർഘവീക്ഷണത്തോടു കൂടി കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഒരുപാട് ആളുകൾ പണ്ട് കാലത്ത് ചെയ്ത അത്തരത്തിൽപ്പെട്ട ഒരു പ്രോപ്പർട്ടി, ഒരു വാല്യുബിൾ പ്രോപ്പർട്ടി. അപ്പോൾ ഡൈനിങ് ഏരിയയിൽ തന്നെ നമുക്ക് അത്യാവശ്യം എത്ര പേർക്ക് വേണ്ടി ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള വൈഡ് ആയിട്ട് ഡൈനിങ് ഏരിയ. ഈ സൈഡിലേക്ക് നല്ല തേക്കും തടിയും ഗ്ലാസ് പാറ്റേണും കൊടുത്തിട്ടുള്ള നല്ലൊരു ഒന്നാം തരം ഒരു സ്റ്റോറേജ് സ്പേസ്. ഇവിടെ തന്നെ നമുക്കൊരു വാഷ് സ്പേസിനെല്ലാം കൊടുത്തിട്ടുണ്ട്. മുകളിൽ കംപ്ലീറ്റ് സ്റ്റോറേജ് സ്പേസുകളും കൊടുത്തിട്ടുണ്ട്. താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂം, മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് ഈ വീട്ടിൽ സ്ഥിതി ചെയ്യുന്നത്. താഴത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം കയറുമ്പോൾ തന്നെ ബെഡ്റൂം സൈസ് എന്ന് പറഞ്ഞാൽ നല്ല മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് നല്ല വൈഡ് ആയിട്ട് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന നല്ല അടിപൊളി ഒരു ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഏകദേശം എത്ര വലിയ കട്ടിലിട്ടാലും മേശ ഇട്ടാലും നമുക്ക് അതുപോലെ ഇരിക്കാനായി ഏതിനും നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ട് തന്നെയാണ് ആ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസുകളിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. അത്യാവശ്യം എല്ലാം നല്ല രീതിയിലേക്ക് തന്നെയാണ്, നല്ല വലിപ്പമുള്ള 3 ഇതായിട്ടുള്ള തന്നെ രീതിയിലേക്കാണ് ഡോറുകളോട് കൂടി തന്നെയാണ് അതിന്റെ സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടാണ്. ബാത്റൂം സൈസും നല്ല വലിപ്പമുള്ള അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ബാത്റൂം സൈസ് തന്നെയാണ്. പിന്നെ ഇതിന്റെ ടെയിൽ പാറ്റേണും അതിലെ ഫിറ്റിംഗ്സും ഒക്കെ നമുക്കറിയാം. സ്വാഭാവികമായി നമുക്ക് മാറേണ്ട അന്നത്തെ കാലഘട്ടം അല്ല ഇന്നത്തെ കാലഘട്ടം. ഇന്ന് കുറേയൊക്കെ മോഡേൺ ടെക്നോളജിയിലൂടെ ആയതുകൊണ്ട് തന്നെ ബിൽഡിംഗ് ക്വാളിറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിനെയൊക്കെ ടെയിൽ പാറ്റേണും ഇത് ഇന്ത്യയിൽ ഡിസൈനറൊക്കെ ഇട്ട് നമ്മൾ നല്ലൊരു വർക്കൊക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ വീടുകളൊക്കെ കുറച്ച് മാറി നിൽക്കും. ഒരു 50 മീറ്റർ എങ്കിലും മിനിമം മാറി നിൽക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ക്വാളിറ്റിയുള്ള ബിൽഡിംഗ്. താഴത്തെ ഫ്ലോറിൽ 2ാമത്തെ ബെഡ്റൂം, അതും അല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടി തന്നെ, കാരണം കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ ബാത്റൂം സൈസ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ആയിട്ട് തന്നെ അത് കൺസിഡർ ചെയ്യാം. സ്റ്റോറേജ് സ്പേസുകളായാലും നമുക്ക് മുൻപത്തെ ഫസ്റ്റിലത്തെ ബെഡ്റൂമിൽ കണ്ടതുപോലെ തന്നെ 3 ഡോറായിട്ട് കൊടുത്തിട്ടുള്ള സ്റ്റോറേജ് സ്പേസുകൾ. പിന്നെ ഇവിടെ നമുക്കൊരു സോക്കേഴ്സ് പോലെ അതൊക്കെ കൊള്ളാൻ കിട്ടും. എന്തായാലും ആ ചുമരിൽ തന്നെ ഒരു അടിപൊളിയായിട്ടൊരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു സ്ഥലം ഒരു പാർട്ടീഷനായി കൊടുത്തുകൊണ്ട് തന്നെ നല്ല സ്റ്റോറേജ് സ്പേസുകൾ, നമുക്ക് ഒരുപാട് സാധനങ്ങളും മൊമെന്റൊക്കെ വെക്കാൻ പറ്റും. നമുക്കൊരു ബെഡ്റൂം തന്നെ നമുക്കൊരു ലിവിങ് സ്പേസ് എന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിൽ 3 ഫേസ് കണക്ഷനുമാണ് വന്നിരിക്കുന്നത്. അതിന്റെ ബാത്റൂം സൈസ് ആയാലും നല്ല നല്ല സൈസിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. നല്ല ഹീറ്റർ എല്ലാം വെച്ചിട്ടുള്ള നല്ല അത്യാവശ്യം നല്ല സൈസ് ആയിട്ടുള്ള ബാത്റൂം സൈസാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിലേക്ക് കയറുമ്പോൾ നല്ല വലിപ്പമുള്ള ഒരു കിച്ചൺ ഏരിയ, നല്ല ഒന്നാന്തരം നല്ല കാറ്റും വെളിച്ചവും കിച്ചണിൽ വരെ കയറാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിന് കൺസ്ട്രക്ഷൻ പാറ്റേൺ. കാരണം ഇത്രയും വലിയൊരു വിൻഡോ കൊടുത്തിരിക്കുന്നുണ്ട്. അതിന് നമുക്ക് ഏകദേശം ഒരു ലൈറ്റ് മാത്രമാണ് ഇട്ടിട്ടുള്ളത്. പക്ഷെ എന്നാലും അതിന്റെ ഒന്നും ആവശ്യമില്ല. ആ ലൈറ്റിനെ വെല്ലുന്ന രീതിയിലേക്ക് ഒരു ഡോർ തുറന്നാൽ പോലും നല്ല രീതിയിലേക്കുള്ള കാറ്റും വെളിച്ചവും വെട്ടവും കയറുന്ന രീതിയിലേക്കുള്ള മനോഹരമായിട്ടൊരു കിച്ചണാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഒന്നാന്തര റെസിഡൻഷ്യൽ ഏരിയ ആണ്. റെസിഡൻഷ്യൽ ഏരിയ കാര്യം ഞാൻ ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒന്ന് കാണിച്ചു തരാം. സ്റ്റോറേജ് സ്പേസുകളെല്ലാം തന്നെ തേക്കിൻ തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്പേഷ്യസിന്റെ കാര്യത്തിൽ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ അതിനെക്കുറിച്ചൊക്കെ നല്ലൊരു അവയർനെസ് ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കിച്ചണിൽ നിന്ന് നമുക്ക് ഇവിടെ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റോർ റൂം ഏരിയ ആയിട്ട് തന്നെ കിച്ചണിൽ നിന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് നല്ല വലിപ്പമുള്ള ഒരു സ്റ്റോറേജ്, അതായത് നല്ല രീതിയിലുള്ള ഒരുപാട് സ്ലാബുകൾ 1, 2, 3, 4 സ്ലാബുകളോട് കൂടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് അമ്മമാർക്കും സഹോദരിമാർക്കും യാതൊരുവിധ ടെൻഷനും വേണ്ട. നിങ്ങൾ ഈ വീട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതിൽ വരുന്ന സാധനങ്ങൾ കംപ്ലീറ്റ് നമുക്ക് അവിടെ തന്നെ സ്റ്റോർ ചെയ്തുകൊണ്ട് കിച്ചൺ എപ്പോഴും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കിച്ചണിൽ നിന്ന് നമുക്ക് വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങുമ്പം അതും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിലേക്ക് നമുക്ക് ഏത് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന നല്ല വലിപ്പമുള്ള ഒരു വർക്ക് ഏരിയ ആണ്. അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു സെർവന്റ് ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി അത്തരത്തിലുള്ള സെർവന്റ് ടോയ്ലറ്റ് വേണം, അല്ലെങ്കിൽ കിച്ചണിൽ കുറച്ച് വലിപ്പക്കുറവുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊന്നുള്ള യാതൊരു ടെൻഷനും വേണ്ട. നമുക്ക് ധൈര്യമായിട്ട് അതൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. വർക്ക് ഏരിയയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള സ്ഥലമുണ്ട്. അവിടെ നമുക്ക് നനകല്ല് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഇവിടെയൊക്കെ നല്ല കറിവേപ്പിലയൊക്കെ, നമുക്ക് ചെറിയ കറിവേപ്പിലയും കൂടെ ഉണ്ട്. അത്യാവശ്യമുള്ള കറിവേപ്പിലയും വാഴയും ഒക്കെ കൃഷി ചെയ്യാം. നമുക്ക് താഴത്തെ ഫ്ലോറിൽ ലിവിംഗ് സ്പേസിൽ നിന്ന് തന്നെ നമുക്ക് മുകളിലേക്ക് കയറി പോകാനായിട്ടുള്ള സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഔട്ട് സൈഡിൽ നിന്നും വരാം, ഇൻസൈഡിൽ നിന്നും പോകാൻ പറ്റുന്ന രീതിയിലേക്കാണ് സ്റ്റെപ്പിന്റെ ഒരു നിർമ്മാണം വന്നിരിക്കുന്നത്. മുകളിലത്തെ ഫ്ലോർ താഴത്തെ ഫ്ലോറിനേക്കാൾ ഹെവിയാണ് കേട്ടോ. ഭയങ്കര സൈസ് ആയിട്ടുള്ള ഒരു എന്താ പറയാ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. മുകളിലേക്ക് കയറി പോകുന്ന സ്റ്റെയർ കേസ് കംപ്ലീറ്റ് ആയാലും ടൈലാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഇപ്പോഴത്തെ പുതിയ വെർട്ടിഫൈഡ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഹാൻഡിൽ കംപ്ലീറ്റ് മെറ്റലുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മുകളിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു ഹോട്ടൽ റൂമിലൊക്കെ പോകുന്നതായിട്ടുള്ള ഫീലിംഗ് ആണ് കേട്ടോ. കാരണം മുകളിലേക്ക് കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ബാൽക്കണി ഏരിയയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. അവിടെയും തയ്യുണ്ട് റെസിഡൻഷ്യൽ, നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ്. അത്യാവശ്യം മനോഹരമായ രീതിയിലേക്ക് ഉള്ള ഒരു
ഏരിയ. മുകളിലത്തെ ഫ്ലോറിലേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ അകത്തേക്ക് കയറുമ്പോൾ നല്ല ഒന്നാന്തരം തേക്കൻ തടി നിർമ്മിച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു വാതിലാണ് കൊടുത്തിട്ടുള്ളത്. അകത്തേക്ക് കയറുമ്പോൾ ഏകദേശം ഫുട്ബോൾ ഗ്രൗണ്ടിന് പോലെ തന്നെയാണ് അത്രയും വലിപ്പമുള്ള ഒരു ഹോൾ ഏരിയ. ഇതിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കണ്ടില്ലേ, നമുക്ക് ഒരുപാട് ജനാലകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല ഒന്നാന്തരം കാറ്റും വെളിച്ചവും ഇതിനകത്ത് നല്ല ഇതിൽ കയറും. നമുക്ക് ലൈറ്റിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മുകളിലത്തെ ഫ്ലോറിൽ നമുക്ക് സിറ്റ് ഔട്ട്, ഹോള്, 2 ബെഡ്റൂം, കിച്ചൺ, അതുപോലെ തന്നെ ഒരു യൂട്ടിലിറ്റി സ്പേസ്. താഴത്തെക്കാളും ഗംഭീരമായ രീതിയിലാണ് മുകളിലത്തെ ഫ്ലോർ. താഴത്തെക്കാളും ഒരു പടി മുന്നിലേക്കാണ് മുകളിലത്തെ ഫ്ലോറിന്റെ ഒരു സ്പേഷ്യസ് അല്ലെങ്കിൽ വലിപ്പം എന്ന് പറയുന്നത്. മുകളിലത്തെ ഫ്ലോറിൽ ഫസ്റ്റ് ബെഡ്റൂമിൽ കയറുമ്പോഴും നല്ല ഹെവി ആയിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്ന രീതിയിലേക്കുള്ള നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം സൈസ്. ഞാൻ അവിടെ പറഞ്ഞതുപോലെ തന്നെ ജനാലകൾക്ക് ഒരു ക്ഷാമവും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ കേട്ടോ. മൊത്തത്തിൽ ജനലുകൾ വെച്ചിട്ടുണ്ട്. കാരണം നല്ല രീതിയിലുള്ള എയർ സർക്കുലേഷൻ ആയിരിക്കാം, അന്നത്തെ ഒരു ദീർഘവീക്ഷണമായിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബെഡ്റൂമിനകത്ത് സ്റ്റോറേജ് സ്പേസുകൾ ആയാലും 2 പാടിയിലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. അലമാരകൾ തന്നെ ഉണ്ട്. അതിനൊന്നും ഇനി ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല. ബാത്റൂമിലേക്ക് കയറുമ്പോഴും നല്ലൊരു ബെഡ്റൂമിന് അത്രയ്ക്കുമുള്ള ഒരു ഹെവി ആയിട്ട് നമ്മൾ ഏതൊരു 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ കയറുന്ന നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിലേക്ക് നമുക്ക് ഇന്നത്തെ ആധുനിക രീതിയിൽ എങ്ങനെ വേണം മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു വീടാണ്. ഈ വീട് മേടിക്കുന്നത് കൊണ്ട് ഒരു നഷ്ടവുമില്ല കേട്ടോ. അത് ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരുപാട് വീടുകൾ കാണുന്ന എക്സ്പീരിയൻസ് പറയാണ്. ഈ വീഡിയോ അല്ലെങ്കിൽ ഈ വീട് ഈ ഒരു രീതിയിലേക്ക് ബഡ്ജറ്റിൽ നോക്കുന്നവർക്ക് ഒരു റിനോവേഷൻ ചെയ്ത് വീടിന് അധികമായ വില ഇടാതെ പ്രോപ്പർട്ടി വാല്യൂ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊന്നും ഒരു നഷ്ടവും കുറ്റബോധവും ഇല്ലാതെ വാങ്ങിക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് ഞാൻ 100% നിങ്ങളോട് പറയുകയാണ്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറി വന്നാൽ ഈ സൈഡിലേക്ക് ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തന്നെ നമുക്ക് ഒരു ബെഡ്റൂം പോലെ ഹെവി ആയിട്ടുള്ള ഒരു ബാത്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. മെയിൻ്റെനൻസ് ഒന്നുമില്ല. ഇത് നമുക്ക് റെന്റ് ഔട്ട് ചെയ്യാനുള്ള താമസിക്കുന്നവർക്കൊക്കെ ഈ രീതിയിലുള്ള കണ്ടീഷൻ മതി എന്നുണ്ടെങ്കിൽ 100% ഒരു മെയിൻ്റെനൻസ് ഇല്ല. ഫുൾ ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വീട് കൂടിയാണ് ഈ വീട്. രണ്ടാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോഴും ബെഡ്റൂമിന്റെ സൈസ് ആയാലും നല്ല ഹെവി ആയിട്ടുള്ള വലിപ്പമുള്ള ഒരു ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. ഇന്ത്യൻ വർക്കിനെ കുറിച്ച് ഞാൻ പറയാറുള്ളത് അധികം ഇന്ത്യൻ വർക്ക് ഒന്നുമില്ല, ഫാനും അത്രയ്ക്കേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിനെ കുറിച്ചൊന്നും കൂടുതൽ ഞാനാണ് വാചാലനാകാത്തത്. ബെഡ്റൂമിനകത്ത് വയ്ക്കുമ്പോൾ നല്ല ഒന്നാന്തരം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. 2 പാടിയിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരു മിററും കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ ഫ്ലോറിലെ കിച്ചണിലേക്ക് കയറുമ്പം നല്ല ഒന്നാന്തരം കിച്ചണാണ് കേട്ടോ. നല്ല അടുക്കും ചിട്ടയും അത്യാവശ്യം നല്ല വലിപ്പവുമുള്ള നല്ല രീതിയിലേക്കുള്ള ഒരു കിച്ചണാണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിലേക്ക് ഫ്രിഡ്ജിന്റെ ഒരു സ്ഥലം സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസിൽ കൊടുത്തിട്ടുണ്ട്. പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു സ്ലാബാണ് കൊടുത്തിട്ടുള്ളത്. അവിടെയും നല്ല ഗ്രാനൈറ്റ് പീസും ഒക്കെ ഇട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഹെവി ആയ സൈസിലുള്ള വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്കും സ്റ്റോറേജ് സ്പേസുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത്, നമുക്ക് മുകളിലത്തെ ഫ്ലോറിൽ സാധാരണ നമ്മൾ കിച്ചണൊക്കെ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കൺജസ്റ്റ് ആയിട്ടുള്ള സ്ഥലം സ്റ്റെയർ കേസ് കയറി പോകുന്ന സ്ഥലത്തിലേക്കാണ്. ഇവിടെയാണ് നമ്മുടെ അതിൻ്റെ ഒരു ഗുഡൻസ് കിടക്കുന്നത്. നമുക്ക് മുകളിലത്തെ ഫ്ലോറിലെ കിച്ചണിൽ നിന്ന് നമുക്ക് അകത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു യൂട്ടിലിറ്റി സ്പേസ് എന്ന് പറഞ്ഞാൽ ഇതാണ് യൂട്ടിലിറ്റി സ്പേസ്. ഒരു ഗ്രൗണ്ട് പോലെ കിടക്കുന്നത് കേട്ടോ. അത്രയും വലിയ. അവിടെയും വർക്ക് ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് ഒരു എൽ മോഡലിൽ ഇവിടെയും വേണമെങ്കിൽ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോ എന്ത് വേണോ ചെയ്യാൻ പറ്റുന്ന നല്ല ഹെവി ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി സ്പേസ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സൈസാണ് കൊടുത്തിട്ടുള്ളത്. ഏരിയ എന്ന് പറയുന്നത് നല്ല ഒന്നാമത്തെ റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഈ കാണാമല്ലോ, മുകളിൽ നല്ല അടിപൊളിയായിട്ട് കംപ്ലീറ്റ് റൂഫിങ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വീട്ടിലേക്ക് ഇനി നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു പണിയൊന്നുമില്ല. ഈ ഒരു കണ്ടീഷനിൽ എടുത്ത് ഉപയോഗിക്കുന്നവർക്ക് ധൈര്യമായിട്ട് ഇങ്ങ് പോകുന്നുള്ളൂ. ഇത്രയും ബഡ്ജറ്റാണ് ഉള്ള ഒരു പ്രോപ്പർട്ടി. അപ്പോൾ രണ്ടാമത്തെ നിലയിൽ നിന്ന് നമുക്ക് സ്റ്റെയർ കേസ്, അതായത് ടെറസിലേക്ക് പോകാനായിട്ടും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റൂഫിംഗ് സ്പേസ്, ഈ റൂഫിംഗ് ആ ഏരിയ മാത്രം നമുക്കൊരു റെൻ്റ് ഔട്ടൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ നല്ലൊരു എമൗണ്ട് നമുക്ക് ഇത് എയിം ചെയ്യാൻ എടുക്കാൻ പറ്റും കേട്ടോ. നല്ല ഗ്രൗണ്ട് പോലെ കിടക്കുന്ന ഒരു ടെറസ് ഏരിയ ആണ്. അതുപോലെ നല്ല രീതിയിലുള്ള റൂഫിംഗ് സ്പേസ് എല്ലാം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് വാട്ടർ ടാങ്ക് എല്ലാം കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നമുക്കിങ്ങനെ ഇതിൻ്റെ റെസിഡൻഷ്യൽ ഏരിയയുടെ ഒരു വാല്യൂ അറിയണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫുള്ളായിട്ടൊരു ഇതെടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. നമുക്കിത് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ആ കാണുന്ന ബോർഡാണ് ഹൈവേ കേട്ടോ. നാഷണൽ ഹൈവേ ആ കാണുന്നതാണ്. നമുക്ക് അവിടെ നിന്ന് 200 മീറ്റർ താഴെയാണ് ഇതിലേക്ക് വരാൻ പറ്റുന്ന ഒരു ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഏകദേശം ശ്രീവരാഗത്ത് നിന്ന് ശ്രീ ലൈനിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. 10 സെന്റാണ്, 3000 സ്ക്വയർ ഫീറ്റ് ആണ്. ഹൈവേയിൽ നിന്ന് 50 മീറ്റർ ആണ് നേരത്തെ പറഞ്ഞു. ആ പത്മനാഭസ്വാമി സിറ്റിയുടെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് 2 മിനിറ്റ് 3 മിനിറ്റ് താഴെ എത്തിച്ചേരാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. 10 സെന്റ് 3000 സ്ക്വയർ ഫീറ്റോട് കൂടിയിട്ടുള്ള ഈ വീടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 2,40,00,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. വീണ്ടും റിയൽ സ്പേസ് വീഡിയോ കാണുന്നതിന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക.